വെൽക്കം ബാക്ക്. സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇയറിൻ്റെ ഫങ്ഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹിയറിംഗ് എന്ന ഫങ്ഷൻ എങ്ങനെ നടക്കുന്നു എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇയറിൻ്റെ നെക്സ്റ്റ് ഒരു ഫങ്ഷൻ കൂടി ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ ബോഡി ബാലൻസിങ്. ഇയർ നമ്മുടെ ബോഡി ബാലൻസിങ്ങിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റാണ്. നമുക്ക് നോക്കാം. ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഇയറിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഇയർ ആണ്. അതായത് ഏറ്റവും ഉള്ളിലത്തെ ഇയർ, ഇന്നർ ഇയർ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇയർ. ഈ ഇൻറ്റേർണൽ ഇയർ നമ്മൾ ഓൾറെഡി കോക്ലിയനെ കുറിച്ച് ഇൻറ്റേർണൽ ഇയറിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് ലിസണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാ, ഹിയറിംഗ് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്നാൽ ഇന്നർ ഇയറിൽ കോക്ലിയ ഒഴികെ കുറേ എന്തൊക്കെയോ ഭാഗങ്ങളുണ്ട്. അവ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല, വെറുതെ പറഞ്ഞു പോയതേ ഉള്ളൂ. ഇനി അവ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ബോഡി ബാലൻസിങ് നടക്കുന്നത് എന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. നമുക്ക് പോവാം നേരെ ക്ലാസ്സിലേക്ക്. അതിനു മുമ്പേ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളും ഒക്കെ വേണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചേക്കുക. ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങൾക്കിവിടെ കാണാം ഇന്നർ ഇയറിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഇന്നർ ഇയർ ആണ് ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ചെവിയുടെ ഭാഗം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം, ഉത്തരം എനിക്ക് പറഞ്ഞു തരണേ. നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യുക. ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഭാഗം ഏത്? ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ പാർട്ട് ഏതാണ്? ഉത്തരം നിങ്ങളുടെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ബ്രെയിനിൻ്റെ പാർട്ട് ഏതാണെന്നാണ് ചോദ്യം. ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ പാർട്ട് ഏത്? ഇനി ചെവിയുടെ പാർട്ട് എന്ന് പറയുന്നത് ഇന്നർ ഇയർ ആണ്. ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ചെവിയുടെ പാർട്ട് ഇന്നർ ഇയർ. അതിൻ്റെ ഡിഫറെൻറ്റ് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾക്കിവിടെ റാ എന്ന് എഴുതിയതുപോലത്തെ, മലയാളത്തിലെ റാ എന്നെഴുതിയതുപോലത്തെ 3 ഷേപ്പ് കാണാം, 3 സാധനങ്ങൾ കാണാം. റാ എന്നെഴുതിയതുപോലത്തെ സ്ട്രക്ചർ കാണാം. അതിനെയാണ് സെമി സർക്കുലാർ കനാൽ എന്ന് വിളിക്കുന്നത്. അതായത് സെമി സർക്കിളിൻ്റെ ആകൃതിയിലുള്ള 3 കനാൽസ് കാണാം. അവയാണ് സെമി സർക്കുലാർ കനാൽസ്. അതുപോലെ ആ സെമി സർക്കുലാർ കനാൽസിൻ്റെ ബേസിൽ ഏറ്റവും ടിപ്പിൽ നിങ്ങൾക്ക് അവിടെ ഒരു 3 ഡിഫറെൻ്റ്ലി കളേർഡ് ആയിട്ടുള്ള ബ്ലൂ കളറും പിന്നെ ഗ്രീൻ കളറും വയലറ്റ് കളറൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പിങ്ക് കളറായിട്ടുള്ള ഒരു പ്രത്യേകതരം സ്ട്രക്ചർ കാണാം. ആ ഭാഗങ്ങളെ ഹെയർ സെൽസ് എന്നാണ് വിളിക്കുക. മനസ്സിലായോ? അതായത് 3 സെമി സർക്കുലാർ പരസ്പരം പെർപെൻഡിക്കുലാർ ആയിട്ടുള്ള 3 സെമി സർക്കുലാർ കനാൽസ് ഉണ്ട്. ഈ 3 സെമി സർക്കുലാർ കനാൽസിൻ്റെയും ബേസിൽ ഹെയർ സെൽസും കാണുന്നുണ്ട്. കിട്ടിയല്ലോ. ഇനി നോക്കിയേ, ഒരു വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ആ വെസ്റ്റിബ്യൂളിന് 2 ഭാഗങ്ങളുണ്ട്, യൂട്രിക്കിളും സാക്യൂളും. ഡീറ്റെയിൽസ് നമ്മൾ പറയും, ഇപ്പം എന്താണെന്ന് മാത്രം ഒന്ന് അറിഞ്ഞു വെക്കുക. വെസ്റ്റിബ്യൂൾ എന്നൊരു ഭാഗമുണ്ട്, വെസ്റ്റിബ്യൂളിൽ യൂട്രിക്കിളും ഉണ്ട്, സാക്യൂളും ഉണ്ട്. ഇനി നോക്കിയേ, വെസ്റ്റിബ്യൂളിൽ നിന്ന് ഒരു വെസ്റ്റിബുലാർ നെർവും കൂടി അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കോക്ലിയാണ്. കോക്ലിയനെ നമുക്ക് ഇവിടെ ആവശ്യമില്ല. അപ്പോൾ മനസ്സിലായോ? 3 സെമി സർക്കുലാർ കനാൽസ്, അവ പരസ്പരം പെർപെൻഡിക്കുലാർ ആയിട്ട് കാണപ്പെടുന്നു. അതിൻ്റെ ബേസിൽ ഹെയർ സെൽസ്, ദെൻ യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ, അതായത് വെസ്റ്റിബ്യൂള്, വെസ്റ്റിബുലാർ നെർവ്. ഇത്രയുമാണ് ബോഡി ബാലൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് പാർട്സ്. നമുക്കൊന്ന് ഡീറ്റെയിൽസിലേക്ക് പോകാം. നോക്കിക്കോളൂ. The part of the inner ear that maintains body balancing is the vestibular system. ഈ ടോട്ടൽ നമ്മളിപ്പം കണ്ട ഈ മുഴുവൻ സാധനത്തെയും നമ്മൾ വെസ്റ്റിബുലാർ സിസ്റ്റം എന്നാണ് വിളിക്കുക. സെമി സർക്കുലാർ കനാൽസും ഹെയർ സെൽസും യൂട്രിക്കിളും സാക്യൂളും വെസ്റ്റിബുലാർ നെർവും അടങ്ങിയ ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് വിളിക്കും. ഓക്കെ, ദ പാർട്ട് ഓഫ് ദ ഇന്നർ ഇയർ ദാറ്റ് മെയിൻറ്റെയിൻസ് ബോഡി ബാലൻസ് ഈസ് കോൾഡ് വെസ്റ്റിബുലാർ സിസ്റ്റം. ഇങ്ങനെ ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഈ സ്ട്രക്ചറിനെ നമ്മൾ വെസ്റ്റിബുലാർ സിസ്റ്റം എന്നാണ് വിളിക്കുക. വിച്ച് ഇൻക്ലൂഡ്സ് 3 സെമി സർക്കുലാർ കനാൽസ്, വെസ്റ്റിബ്യൂൾ ആൻഡ് ഹെയർ സെൽസ്. സെമി സർക്കുലാർ കനാൽസും വെസ്റ്റിബ്യൂളും ഹെയർ സെൽസുമാണ് ഈ വെസ്റ്റിബുലാർ സിസ്റ്റത്തിലുള്ളത്. ഇനി കണ്ടോ, the endolymph present in the canals which are arranged perpendicular to each other moves with the rotational movement of the head. നിങ്ങളുടെ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്ന സമയത്ത്, അതായത് നിങ്ങളുടെ ഹെഡ് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഈ റൊട്ടേഷണൽ മൂവ്മെൻറ്റിന് കണക്കായിട്ട് നമ്മുടെ സെമി സർക്കുലാർ കനാൽസിലുള്ള എൻഡോലിംഫ് എന്ന ദ്രവം, എൻഡോലിംഫ് എന്ന ഫ്ലൂയിഡ് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും.
ഞാനൊന്നുകൂടെ പറയാം. പെർപെൻഡിക്കുലറായി കാണപ്പെടുന്ന 3 സെമി സർക്കുലാർ കനാൽസ് ഉണ്ട് നമുക്ക് ഇന്റേണൽ ഇയറിൽ. ഈ 3 സെമി സർക്കുലാർ കനാൽസിൻ്റെയും അകത്ത് ഒരു ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ട്. ആ ഫ്ലൂയിഡാണ് എൻഡോലിംഫ്. നിങ്ങൾ നിങ്ങളുടെ തല റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, നിങ്ങൾ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്ന സമയത്ത്, ഈ പെർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ സെമി സർക്കുലാർ കനാൽസിനകത്തുള്ള എൻഡോലിംഫ് മൂവ് ചെയ്യും. Okay, as the result of this movement, the hair cells present here get stimulated and impulses are formed. നിങ്ങൾ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്ന സമയത്ത് സെമി സർക്കുലാർ കനാൽസിനകത്തെ എൻഡോലിംഫ് മൂവ് ചെയ്തു. ഇങ്ങനെ എൻഡോലിംഫ് മൂവ് ചെയ്യുന്നത് ആരെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും? അതിൻ്റെ ബേസിൽ കാണുന്ന ഹെയർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. മനസ്സിലായോ? അങ്ങനെ ഇമ്പൾസ് ഫോം ചെയ്യും. കിട്ടിയല്ലോ. അതുപോലെ ഈ ഇമ്പൾസ് എങ്ങോട്ട് പാസ് ചെയ്യും? നിങ്ങളുടെ ബ്രെയിനിൻ്റെ ബോഡി ബാലൻസിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗത്തേക്ക് പോവും. ഓക്കെ, ബോഡി ബാലൻസിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗം ഏതാണ് ബ്രെയിനിൻ്റെ എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ചെയ്യാത്തവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ അതിൻ്റെ ആൻസർ പറയുന്നില്ല. അപ്പോൾ ബോഡി ബാലൻസിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ പാർട്ടിലേക്ക് എന്തെത്തി? ഇപ്പോൾ ഇമ്പൾസ് എത്തി വെസ്റ്റിബുലാർ നെർവ് വഴി. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ദ യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ ഓഫ് ദ ചേംബർ called the vestibule also contain hair cells. അതായത് വെസ്റ്റിബ്യൂളിൻ്റെ ഭാഗങ്ങളായ യൂട്രിക്കിളിനകത്തും സാക്യൂളിനകത്തും എന്തുണ്ട്? ഹെയർ സെൽസ് ഉണ്ട്. ദ ലീനിയർ മൂവ്മെൻറ്റ് ഓഫ് ദ ഹെഡ് ജനറേറ്റ് ഇമ്പൾസസ് ഇൻ ദീസ് ഹെയർ സെൽസ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് ഹെഡിൻ്റെ റൊട്ടേഷണൽ മൂവ്മെൻ്റ് ആണ്. ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിക്കുക മാത്രമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരെ നടക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? അപ്പോഴും നമ്മുടെ ബോഡി ബാലൻസിങ് സാധ്യമാകണ്ടേ? അപ്പോൾ അത്തരത്തിലുള്ള ലീനിയർ മൂവ്മെൻറ്റ്, നേരെയുള്ള ചലനങ്ങളെ ഹെഡ് ആർക്ക് തിരിച്ചറിയാൻ പറ്റും? വെസ്റ്റിബ്യൂളിന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ വെസ്റ്റിബ്യൂളിനകത്തുള്ള ഹെയർ സെൽസ് സ്റ്റിമുലേറ്റഡ് ആവും. ഈ ഇമ്പൾസും എവിടെ എത്തും? നിങ്ങളുടെ ബ്രെയിനിലേക്ക് എത്തും, വെസ്റ്റിബുലാർ നെർവ് വഴി. ദ ബ്രെയിൻ മെയിൻറ്റെയിൻസ് ബോഡി ബാലൻസ് ബൈ റിസീവിങ് ഇമ്പൾസസ് ഫ്രം ഐസ് ആൻഡ് മസിൽസ് ആസ് വെൽസ്. നിങ്ങളുടെ കണ്ണിൽ നിന്നും മസിൽസിൽ നിന്നുള്ള ഇമ്പൾസും കൂടെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിൻ ഇതിനനുസരിച്ച് ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ബോഡി ബാലൻസിങ് നടക്കുന്നത്. അതായത് നിങ്ങൾ വീഴാണ്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ ബോഡി മൂവ്മെൻറ്റ്സും കൂടെ നടക്കണ്ടേ? ബോഡി കൂടെ അഡ്ജസ്റ്റ് ആവണ്ടേ അവിടെ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസിൽസ് ഹെൽപ്പ് ചെയ്യണ്ടേ? ആ മസിൽസ് ഹെൽപ്പ് ചെയ്യുന്നതിന് കൂടെ നിങ്ങൾക്ക് ആ വസ്തുക്കൾ മീൻസ് നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ കാണും കൂടെ വേണ്ടേ? അതുകൊണ്ടാണ് ലാസ്റ്റ് ലൈൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ദ ബ്രെയിൻ മെയിൻറ്റെയിൻസ് ദ ബോഡി ബാലൻസ് ബൈ റിസീവിങ് ഇമ്പൾസസ് ഫ്രം ഐസ് ആൻഡ് മസിൽസ് ആസ് വെൽ. മക്കളെ, നിങ്ങൾ നടക്കുന്നു. ഓക്കെ, നിങ്ങൾ കിടന്നിട്ടുണ്ടായത് കിടന്നിടത്ത് നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് നടക്കുന്നു. അപ്പോൾ കിടന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് റൊട്ടേഷണൽ മൂവ്മെൻറ്റും ഉണ്ട്, ലീനിയർ മൂവ്മെൻറ്റും ഉണ്ട്. ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ഒക്കെ ആര് ഐഡൻറ്റിഫൈ ചെയ്തു? വെസ്റ്റിബ്യൂളും അതുപോലെ തന്നെ സെമി സർക്കുലർ കനാൽസിലുള്ള ഹെയർ സെൽസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു. സ്റ്റിമുലേറ്റഡ് ആയി, അതായത് ഇമ്പൾസ് ഫോം ചെയ്തു. വെസ്റ്റിബുലാർ നെർവ് വഴി എവിടെ എത്തി? ബ്രെയിനിൻ്റെ ബോഡി ബാലൻസിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തേക്ക് എത്തി. ബോഡി ബാലൻസിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം എന്ത് ചെയ്തു? നമ്മുടെ കണ്ണിൻ്റെ ഹെൽപ്പോട് കൂടി, മസിൽസിൻ്റെ ഹെൽപ്പോട് കൂടി ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, തട്ടിത്തടയാൻ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് മസിൽസിന് വാർണിംഗ് കൊടുക്കും. ദാ ഇങ്ങനെ ചെയ്താൽ വീഴാതെ പോകാം. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് ബോഡി ബാലൻസിങ് നടക്കുന്നത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾക്കുള്ള അവസാന അവസരം, നിങ്ങൾക്ക് ഉള്ള അവസാന ചാൻസ്, ലാസ്റ്റ് ചാൻസ്, ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഭാഗം കമൻറ്റ് ചെയ്യുക. ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ പാർട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി നോക്കിക്കോളൂ, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ്. പലപ്പോഴും നമ്മൾക്ക് കേൾക്കാത്ത ഒരു സാഹചര്യം, ജന്മനാ കേൾവി നഷ്ടപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ പറ്റിയിട്ട് കേൾവി ഇല്ലാതാവുന്ന, ഹിയറിംഗ് കപ്പാസിറ്റി ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ഒക്കെ ആവശ്യം വരാറുണ്ട് അല്ലേ? അപ്പോൾ നോക്കിക്കോളൂ, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ് ഒക്കെ ഡ്യൂ ടു മെനി റീസൺസ്. പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഹിയറിങ്ങിന്, കേൾവിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദീസ് കോസസ് ദർ ആർ ഓൾസോ റെമഡീസ് ഇൻക്ലൂഡിങ് സർജറി. ഹിയറിംഗ് എയ്ഡ്സ് ആർ ഓൾസോ അവൈലബിൾ. അതായത് പലപ്പോഴും ഉണ്ടാകുന്ന ഈ കേൾവി ശക്തി തകരാറ്, അതായത് കേൾക്കാൻ കഴിയാത്ത ഈ ഒരു അവസ്ഥയ്ക്ക് പലപ്പോഴും അത് ജന്മനാലുള്ള അതാവാം, അല്ലെങ്കിൽ ജനിച്ച ശേഷം എന്തെങ്കിലും ആക്സിഡൻറ്റോ, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മുഖത്തൊക്കെ അടിക്കുന്ന സമയത്ത് ചെവിയുടെ ഭാഗത്തേക്കൊക്കെ അടിപറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തിനിപ്പോൾ കാരണമാകാം? ഹിയറിംഗ് കംപ്ലീറ്റ്ലി ലോസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ സർജറി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ്സും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായല്ലോ?
ഇനി നിങ്ങളുടെ ചോദ്യത്തിന്, ഞാൻ നിങ്ങൾക്ക് തന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാം, എങ്കിലേ എനിക്ക് ആ ഭാഗം കംപ്ലീറ്റ് ആയി എന്നുള്ള ഒരു എന്താ പറയുക, ഒരു സമാധാനം, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഞാനത് പറയാം, നോക്കിക്കോളൂ. ബോഡി ബാലൻസിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ ഭാഗം എന്ന് പറയുന്നത് സെറിബെല്ലമാണ്. ഉത്തരം ശരിയായി കമൻറ്റ് ചെയ്തവർക്ക് കറക്റ്റാണ് എന്ന് കൂടി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പം നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ് പലപ്പോഴും സംഭവിക്കാറുണ്ട്, കേൾവിശക്തി തകരാറുകൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ സർജറിയോ അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സോ ആണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ പല കാരണങ്ങൾ കാണാം. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ് വരാനുള്ള, ഹിയറിങ്ങിന് ഡിഫക്ട്സ് വരാനുള്ള കുറേ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ലൗഡ് സ്പീക്കേഴ്സ് അല്ലേ, പലതരത്തിലുള്ള ലൗഡ് സ്പീക്കേഴ്സിൻ്റെ അമിതമായ ഉപയോഗം, ഭയങ്കര ലൗഡ് നോയ്സ്, വാഹനങ്ങളുടെ ഹോൺസ് അല്ലേ, പലതരത്തിലുള്ള എന്താ പറയുക, നോയ്സ് പൊല്യൂഷൻ. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ നോയ്സ് പൊല്യൂഷൻ അഥവാ സൗണ്ട് പൊല്യൂഷനാണ് ഈ ചിത്രങ്ങൾ വഴി നിങ്ങളിലേക്ക് എത്തുന്ന പോയിന്റ്. ഓക്കെ, നോയ്സ് പൊല്യൂഷൻ പലപ്പോഴും എന്തിന് കാരണമാകുന്നു? ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സിന് കാരണമാകുന്നു. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് ഡിഫക്ട്സ്. ഓക്കെ, ഐ ഡിഫക്ട്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ, അതുപോലെ ഹിയറിംഗ് ഡിഫക്ട്സിന് കാരണമാകുന്നതാണ് സൗണ്ട് പൊല്യൂഷൻ. പലപ്പോഴും നമ്മൾ വളരെ മൈൽഡാണ് എന്ന് കരുതി വിട്ടുകളയുന്നതായ പൊല്യൂഷൻ, പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഹസാർഡ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പൊല്യൂഷനാണ് സൗണ്ട് പൊല്യൂഷൻ അഥവാ നോയ്സ് പൊല്യൂഷൻ. ഓക്കെ, നോക്കാം നമുക്ക്. ഹിയറിംഗ് ഇസ് ദ ഡിവൈൻ ഗിഫ്റ്റ് ദാറ്റ് നേച്ചർ ഹാസ് bestowed on humans. Sound that travels in the form of waves can be transmitted through only a medium. അവിടെ ഒരു പോയിന്റ് ഉണ്ട്. സൗണ്ടിന് സഞ്ചരിക്കാൻ പ്രകാശത്തെ പോലെയല്ല, ലൈറ്റിനെ പോലെയല്ല, സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ, സൗണ്ട് വേവ് ഫോമിലാണ് ട്രാവൽ ചെയ്യുന്നത്. അതിന് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമുണ്ട്. അത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. ഓക്കെ, എന്ത് മീഡിയവും ആവാം, പക്ഷേ നിർബന്ധമാണ് അവിടെ ഒരു മീഡിയം വേണം. എനിക്കും നിങ്ങൾക്കും ഇടയിൽ എയർ എന്ന് പറയുന്ന മീഡിയം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലൂടെ വരുന്ന ഈ സൗണ്ട് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. അല്ലെങ്കിൽ നിങ്ങളിത് കേൾക്കില്ല. അതായത് സ്പേസിൽ നമ്മൾ രണ്ടാളും ഞാൻ കേൾക്കുന്ന നിങ്ങളും ഞാനും സ്പേസിലേക്ക് പോയി എന്ന് കരുതുക. സ്പേസിലെത്തി ഞാൻ നിങ്ങളോട് ഈ ക്ലാസ് എടുത്ത് തന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റില്ല. അതിന് വേണ്ട കുറേ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി കഴിയുള്ളൂ. മനസ്സിലായോ? അതായത് സൗണ്ടിന് തൊട്ടടുത്ത് നിന്ന് നിങ്ങൾ സംസാരിച്ചാൽ പോലും, നിങ്ങൾ സ്വകാര്യം പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം അവിടെ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു മാധ്യമം, ഒരു മീഡിയം ഇല്ല. ഓർത്തു വെക്കുക. ഇനി നോക്കിക്കോളൂ. എ സൗണ്ട് ദാറ്റ് ക്യാൻ ബി ഹേർഡ് ഇൻ എ കണ്ടീഷൻ ഓഫ് കംപ്ലീറ്റ് സൈലൻസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് 0 decibel. ഒരു സൗണ്ട് നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം സൗണ്ടിനെ നമുക്ക് 0 decibel എന്ന് പറയാം. കംപ്ലീറ്റ് സൈലൻസ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയെ നമുക്ക് 0 decibel, ആ ഒരു സൗണ്ട്, ചെറിയൊരു സൗണ്ടിനെ നമുക്ക് 0 decibel ആയിട്ട് ഡിനോട്ട് ചെയ്യാം. സൗണ്ടിൻ്റെ യൂണിറ്റ്, സൗണ്ടിൻ്റെ ഹാർഡ്നെസ്സിൻ്റെ യൂണിറ്റാണ് നമ്മൾ ഡെസിബൽ എന്ന് പറയുന്നത്. ഫോർ എവറി 10 decibels ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ സൗണ്ട് ഇൻക്രീസസ് 10-fold. ഓരോ 10 decibel കൂടുന്ന സമയത്തും സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 10 മടങ്ങായിട്ട് ഇൻക്രീസ് ചെയ്യും. In a normal conversation, intensity of the sound will be between 40 and 50 decibel. ഒരു നോർമൽ കോൺവെർസേഷനിൽ സൗണ്ടിൻ്റെ ഡെസിബൽ എന്ന് പറയുന്നത് 40 to 50 ആണ്. ഇറ്റ് ക്യാൻ ബി അപ് ടു 60 decibels വൈൽ സ്പീക്കിംഗ് ലൗഡ്ലി. ലൗഡായിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ മാഷ് വന്നിട്ട് അല്ലെങ്കിൽ ടീച്ചർ വന്നിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ചെറിയ സൗണ്ടിൽ ഒരു നോർമൽ കോൺവെർസേഷൻ നടത്തിയാൽ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സാറിന് എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ടീച്ചർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ലൗഡ് നോയ്സിൽ സംസാരിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ആ സമയത്ത് ഇത് 60 decibel വരെ പോകാം. ഇനി ദ നോർമൽ സൗണ്ട് ഓഫ് ദ ഹോങ്കിങ് ഓഫ് ദ കാർ ഹോൺ ഈസ് 70 decibel. ഒരു നോർമൽ കാർ ഹോണിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് 70 decibel ആണ്. വൈൽ ദാറ്റ് ഓഫ് എൻ എയർ ഹോൺ ഇസ് 100 to 110 decibels. അതായത് എയർ ഹോൺ ആണെങ്കിൽ, അതായത് മറ്റേ പി ടൈപ്പ് ഹോണില്ലേ, മീൻസ് ഞെക്കുന്ന ടൈപ്പ് ഹോൺ, അത്തരത്തിലുള്ള ഹോൺ ആണെങ്കിൽ ഇത് 100 മുതൽ 110 decibel വരെയാണ്. ഇനി ഇൻറ്റൻസിറ്റി ഓഫ് നോയ്സ് എബോവ് 80 decibel ഇസ് എക്സ്ട്രീംലി അനോയിങ്. ഇത്തരത്തിലുള്ള 80 decibelന് മുകളിലുള്ള സൗണ്ട് കേൾക്കുമ്പോൾ ഇറ്റ്സ് ഭയങ്കര അനോയിങ് ആയിരിക്കും. ആ സൗണ്ട് നമ്മൾക്ക് സഹിക്കാൻ പറ്റില്ല, നമുക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ഫീൽ ചെയ്യും.
Noise pollution is the danger that is most harmful and unfortunately the most neglected of the all environment pollutions that we face today. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് പൊല്യൂഷൻസിലും ഉപരിയായിട്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പൊല്യൂഷനാണ് നോയ്സ് പൊല്യൂഷൻ. പലപ്പോഴും നമ്മളത് അതിന് വേണ്ടത്ര നോട്ടീസ് കൊടുക്കാതെ, വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മളത് ഒഴിവാക്കി കളയുന്നുണ്ട്. ഹിയറിംഗ് ഓഫ് ലൗഡ് നോയ്സ് എന്ന് പറഞ്ഞാൽ എബവ് 85 ഡെസിബൽ, 85 ഡെസിബലിന് മുകളിലുള്ള ലൗഡ് നോയ്സ് കുറച്ച് സമയം കേട്ടാലും, അതുപോലെ തന്നെ ചെറിയ നോയ്സ് കുറേ സമയം കേട്ടാലും നമ്മുടെ ചെവിനെ അത് എഫക്റ്റ് ചെയ്യും. ഇയർഫോണൊക്കെ വെച്ച് 24 മണിക്കൂറും ലൗഡ് നോയ്സിൽ പാട്ട് കേൾക്കുന്ന മഹത് വ്യക്തികളുടെ ശ്രദ്ധയ്ക്ക് ചെവി അടിച്ചു പോകാൻ വലിയ താമസമില്ല. ഓക്കെ, ചെവി അടിച്ചു പോകാൻ വലിയ താമസമില്ല. ചെയ്യുന്നവരുണ്ടാകാം. ഓക്കെ, ഒരു മിനിമം വോളിയത്തിൽ മാത്രം കേൾക്കുക. അത് തന്നെ ലോങ്ങർ ടൈമിൽ, എസ്പെഷ്യലി ഇയർബഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് സിവിയർലി ഡേഞ്ചറസ്. അത്രയും ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് പ്ലീസ് ബി വെരി കെയർഫുൾ. ഓക്കെ, ദയവ് ചെയ്ത് കുറച്ച് ശ്രദ്ധ നിങ്ങളുടെ ചെവിക്ക് നൽകുക. മനസ്സിലായല്ലോ? ഓക്കെ, ലൗഡ് സ്പീക്കേഴ്സിൻ്റെ അടുത്തൊന്നും അധികം പോയിരിക്കാതിരിക്കുക. ഓക്കെ, കുറേ സമയത്തേക്ക് കേൾക്കാതിരിക്കുക. അതൊന്നും അതേ ഫുൾ ടൈം കേൾക്കാതിരിക്കുക. ആ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുക മാക്സിമം. സ്ഥിരമായി ഇത് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ചെവി മിക്കവാറും ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. അതുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഓൾഫാക്ഷനെ കൂടി കുറിച്ച് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിലേക്ക് വെക്കുമ്പോൾ ആ ക്ലാസ് കുറച്ചുകൂടെ ലെങ്തി ആയി പോകും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓൾഫാക്ഷന് ശേഷം നമ്മുടെ ടേസ്റ്റിനെ കുറിച്ചും അതുപോലെ സ്കിന്നിനെ കുറിച്ചും മറ്റ് ജീവികളിലെ റിസപ്റ്റേഴ്സിനെ കുറിച്ചും പറയാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾഫാക്ഷനും കൂടി ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം. ചെറിയ പോർഷനാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓൾഫാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്മെല്ല്. നിങ്ങൾ സ്മെല്ല് അറിയുന്നത് എങ്ങനെ? അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. നോക്കിക്കോളൂ. ദ ടങ് ആൻഡ് നോസ് ആർ 2 ഇന്റർകണക്റ്റഡ് സെൻസ് ഓർഗൻ. ടങ്ങും നോസും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള സെൻസ് ഓർഗനാണ്. കാരണം നമ്മളൊരു ഫുഡിൻ്റെ ടേസ്റ്റ് അറിയുന്നതിന് മുന്നേ അതിൻ്റെ മണം നമ്മളിലേക്ക് എത്തും, അല്ലേ? നമ്മൾ അതിൻ്റെ മണം അറിയും. പലരും മണം കേൾക്കും, മണം കേട്ടിട്ട് വന്നതാണെന്നല്ല പറയും. മണം നമ്മൾ കേൾക്കൂല കേട്ടോ, മണം നമ്മൾ അനുഭവിക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു കോമൺ സ്ലാങ് ആണത്. അങ്ങനെ ആയി പോകാം, അല്ലേ? പറഞ്ഞു വരുമ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് പോലെ തന്നെ അതിനേക്കാൾ പ്രധാനമാണ് അതിൻ്റെ സ്മെല്ല്. ആ സ്മെല്ല് അറിയുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരും, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല ബിരിയാണീൻ്റെ മണം, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡിൻ്റെ മണം, അല്ലേ? നമ്മൾ എത്ര ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മണം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്തായിരിക്കും? ഒന്ന് വേഗം അതൊന്ന് തിന്നാൽ മതിയായിരുന്നു, അല്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥ, അല്ലേ? അപ്പോൾ ഇൻ്റർ കണക്റ്റഡ് ആണ് ടങ്ങും നോസും. അതിലെ നോസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കോളൂ. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്തു, നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്ന സമയത്ത്, ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഇൻഹേൽ ചെയ്യുന്ന സമയത്ത്, ഇതാ ഇവിടെ കണ്ടോ ഓൾഫാക്ടറി പാർട്ടിക്കിൾസ്. ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ സ്മെല്ലിന് കാരണമാകുന്ന പാർട്ടിക്കിൾസ്. സ്മെല്ലിന് കാരണമാകുന്ന പാർട്ടിക്കിൾസ് നിങ്ങളുടെ മൂക്കിനുള്ളിലേക്ക്, നിങ്ങളുടെ നോസിനുള്ളിലേക്ക്, നേസൽ ക്യാവിറ്റിയിലേക്ക് കയറും. ഈ നേസൽ ക്യാവിറ്റിയിൽ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. ഈ മ്യൂക്കസ് മെംബ്രെയിൻ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, മ്യൂക്കസ് മെംബ്രെയിൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസിനകത്ത് ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്യും. ഓക്കെ, ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് ആ മ്യൂക്കസിനകത്ത് ലയിക്കും, ഡിസോൾവ് ചെയ്യും. ഇനി ഓൾഫാക്ടറി റിസപ്റ്റർ ന്യൂറോൺസ് ഉണ്ട് അവിടെ. ഈ ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് ലയിച്ച് പോയിട്ട് അവിടെ ഡിസോൾവ് ചെയ്ത് പോയിട്ട് ഈ ഓൾഫാക്ടറി റിസപ്റ്റർ ന്യൂറോൺസിനെ ഒന്ന് കുത്തും, അതായത് ഉദ്ദീപിപ്പിക്കും, സ്റ്റിമുലസ് കൊടുക്കും. ഈ സ്റ്റിമുലസിൻ്റെ റിസൾട്ടായിട്ട് ഇമ്പൾസ് ഫോം ചെയ്യും. ഇമ്പൾസ് ഗ്രൂപ്പ് ഓഫ് ഓൾഫാക്ടറി നെർവ്സ് വഴി നിങ്ങളുടെ ബ്രെയിനിലേക്ക് പോകും. ബ്രെയിനിൻ്റെ സെറിബ്രം എന്ന പാർട്ടിലേക്ക് എത്തും. അവിടുത്തെ സെൻസ് ഓഫ് ഓൾഫാക്ഷൻ എന്ന ഭാഗത്തേക്ക് എത്തും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്ത് മനസ്സിലാകും? നമ്മുടെ സ്മെല്ല് മനസ്സിലാകും. ഓക്കെ, അതാണ്
ഇന്നത്തെ ക്ലാസ്. നോക്കിക്കോളൂ, നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. സംഭവം മനസ്സിലായല്ലോ? നിങ്ങൾ ബ്രീത് ഇൻ ചെയ്യുന്നു, ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് നിങ്ങളുടെ മൂക്കിനകത്തേക്ക് എത്തുന്നു. മ്യൂക്കസ് മെംബ്രെയിൻ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓൾറെഡി. ആ മ്യൂക്കസിനകത്ത് ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്തു. ഓൾഫാക്ടറി റിസപ്റ്റർ ന്യൂറോൺസ് സ്റ്റിമുലേറ്റഡ് ആയി, ഇമ്പൾസ് ഫോം ചെയ്തു. ഓൾഫാക്ടറി നെർവ്സ് വഴി നിങ്ങളുടെ ബ്രെയിനിലേക്ക് എത്തി, ബ്രെയിനിൻ്റെ സെറിബ്രത്തിലേക്ക് എത്തി, അവിടുത്തെ സെൻറ്റർ ഓഫ് ഓൾഫാക്ഷനിലേക്ക് എത്തി. അങ്ങനെ നിങ്ങൾ എന്തറിയും? സെൻസ് ഓഫ് ഓൾഫാക്ഷൻ ഉണ്ടാകും. നമുക്ക് നോക്കാം, ഡീറ്റെയിൽസ് നോക്കാം. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ, എക്സ്ട്രാ ഒന്നുമില്ല. അതൊന്ന് സെൻറ്റൻസായി നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള സെൻറ്റൻസ് തന്നെ ഞാനൊന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. വൈൽ ബ്രീതിങ് ദ പാർട്ടിക്കിൾസ് റെസ്പോൺസിബിൾ ഫോർ സ്മെൽ എൻ്റർ ദ നാസൽ ക്യാവിറ്റി. Then it gets dissolved in the mucus produced by mucous membrane. ബ്രീത് ഇൻ ചെയ്യുന്ന സമയത്ത് സ്മെല്ലിന് കാരണമാകുന്ന പാർട്ടിക്കിൾസ് നാസൽ ക്യാവിറ്റിയിലേക്ക് എത്തി, മ്യൂക്കസിൽ അത് ഡിസോൾവ് ചെയ്തു. മില്യൺസ് ഓഫ് ഓൾഫാക്ടറി ന്യൂറോൺസ് ഇൻ ദ മ്യൂക്കസ് മെംബ്രെയിൻ ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. മ്യൂക്കസ് മെംബ്രെയിനിലുള്ള ഓൾഫാക്ടറി ന്യൂറോൺസ് സ്റ്റിമുലേറ്റഡ് ആയി. അങ്ങനെ ഇമ്പൾസസ് ഫോം ചെയ്തു. റിസപ്റ്റേഴ്സ് ജനറേറ്റ് ഇമ്പൾസസ് and they travel through the olfactory nerve to reach the part of the brain recognizing smell. സ്മെല്ലിൻ്റെ സെൻറ്ററിലേക്ക്, ബ്രെയിനിൻ്റെ സ്മെല്ലിൻ്റെ സെൻറ്ററിലേക്ക് ഇത് പാസ് ചെയ്തു. ദ സെൻസ് ഓഫ് സ്മെൽ ഇസ് എഫക്റ്റഡ്. നിങ്ങൾക്ക് സെൻസ് ഓഫ് സ്മെല്ല് ഉണ്ടായി. കിട്ടിയോ? ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കിക്കോളൂ. ഓൾഫാക്ടറി മോളിക്യൂൾസ്, മ്യൂക്കസ് മെംബ്രെയിൻ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ മ്യൂക്കസിലിട്ട് ഡിസോൾവ്സ് ഇൻ മ്യൂക്കസ്. നോക്കിക്കോളൂ, ദ മ്യൂക്കസ് മെംബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്ത മ്യൂക്കസിൽ ആര് ലയിച്ചു? ആര് ഡിസോൾവ് ചെയ്തു? ഓൾഫാക്ടറി മോളിക്യൂൾസ് ഡിസോൾവ് ചെയ്തു. ഇനിയോ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. ഓൾഫാക്ടറി നെർവ്സ് ക്യാരീസ് ഇമ്പൾസസ് ടു ബ്രെയിൻ. ദെൻ ബ്രെയിൻ സെൻസ് ഓഫ് ഓൾഫാക്ഷൻ ഉണ്ടാക്കുന്നു. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടേസ്റ്റ് ഇൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ബാക്കിയുള്ള മുഴുവൻ പോർഷനും അടുത്തൊരു ക്ലാസ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഓൾഫാക്ടറി മോളിക്യൂൾസ് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നാസൽ ക്യാവിറ്റിയിലെത്തി. മ്യൂക്കസ് മെംബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസിൽ അത് ഡിസോൾവ് ചെയ്തു. ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആയി. ഓൾഫാക്ടറി നെർവ് ഇമ്പൾസസ് ബ്രെയിനിലേക്ക് ക്യാരി ചെയ്തു. ബ്രെയിൻ സെൻസ് ഓഫ് ഓൾഫാക്ഷൻ ഉണ്ടാക്കി. മക്കളെ, കഴിഞ്ഞു. ഇത്രേ എന്തിൽ പഠിക്കാനുള്ളൂ? സെൻസ് ഓഫ് സ്മെല്ലിൽ പഠിക്കാനുള്ളൂ, അല്ലെങ്കിൽ സെൻസ് ഓഫ് ഓൾഫാക്ഷനിൽ പഠിക്കാനുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ചാപ്റ്ററിൽ വരുന്നത് ഹ്യൂമൻ ഐയും ഹ്യൂമൻ ഇയറും ആണ്. ഇയറിൻ്റെ 2 ടൈപ്പ് സെൻസും നിങ്ങൾ മനസ്സിലാക്കണം. ബോഡി ബാലൻസിങ്ങും ഹിയറിങ്ങും, അത് 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബാക്കിയുള്ളതൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. നമ്മൾ അടുത്ത ക്ലാസ് കൊണ്ട് ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റുകളും ഒക്കെ വേണം. ടീച്ചർ അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്നായിട്ട് പഠിക്കണം. കലാമേളകളും കായികമേളകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പഠിത്തത്തിൽ ഉഴപ്പരുത് മക്കളെ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.